കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്ന് പ്രത്യേക അന്വേഷണ സംഘം. പോലീസ് അന്വേഷണത്തിൽ ഉൾപ്പെട്ടവരെയാണ് SIT വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പോസ്റ്റ് ആദ്യം ഷെയർ ചെയ്തെന്ന് കണ്ടെത്തിയ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണനെയും ആരോപണ വിധേയൻ മുഹമ്മദ് കാസിമിനെയും അടക്കമാണ് SIT വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഷബീർ ഒമറാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷബീർ, ഈ കേസ് വല്ലാത്തൊരു കഷ്ടപ്പാടുള്ള ഒരു കേസാണെന്ന് നേരത്തെ തന്നെ SIT പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോണുകൾ മുതൽ എല്ലാത്തിലും ഇത്തരം രേഖകളായതുകൊണ്ട് എല്ലാം ഡിജിറ്റലാണ്, ഡിജിറ്റൽ തെളിവുകളാണ്, അതിലൂടെ പോകണം. അപ്പോൾ ഈ ഫോണുകൾ ഇപ്പോൾ എവിടെയാണുള്ളത്, ഏത് തരത്തിലാണ് ഇനിയുള്ളൊരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നത്? രേണു, കേസിൽ ഉൾപ്പെട്ട നിരവധി ഫോണുകൾ നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ ഫോണുകളൊന്നും തന്നെ ഇപ്പോൾ ഈ ആരോപണ വിധേയരായ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിൽ വന്ന ആളുകൾക്ക് തിരികെ നൽകിയിട്ടില്ല. അവരുടെ ഫോണുകൾ കോടതിയിലാണെന്നാണ് പോലീസ് പറഞ്ഞത്. കേസിൽ ഉൾപ്പെട്ട ഫോണായതിനാൽ അത് കോടതിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും അന്ന് ഫോണുകൾ പിടിച്ചെടുത്തത് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തത് പോലീസ് അന്വേഷണത്തിലാണ്. ഇതിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അന്ന് ചോദ്യം ചെയ്യലിന് വിധേയരായവരെ മുഴുവൻ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. DYFIയുടെ ഭാരവാഹി കൂടിയാണ്, വടകര ബ്ലോക്ക് ഭാരവാഹിയായിട്ടുള്ള ജിതിൻ ഭാസ്കറിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. നാളെ ഇനി ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എന്നും SIT പറയുന്നുണ്ട്. ഇനി തിങ്കളാഴ്ചയാണ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക. റിബേഷ് നമുക്കറിയാം പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ പോലീസ് അന്വേഷണം ചെന്ന് നിന്നത് അവസാനിച്ചത് റിബേഷിലാണ്. റിബേഷ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്തു. റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ഇത് പോസ്റ്റ് ചെയ്തത് ഫോർവേഡഡ് മെസ്സേജാണ്. പക്ഷേ റിബേഷിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു പോലീസ്. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൻ്റെ അന്വേഷണം തുടങ്ങുന്നത് എന്ന് പറയാം. കാരണം നേരത്തെ പോലീസ് അന്വേഷിച്ച പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും SIT സംഘം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ആര് നിർമ്മിച്ചു, റിബേഷിന് ഇത് എവിടെ നിന്ന് കിട്ടി, റിബേഷ് തന്നെ നിർമ്മിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണം. മറ്റൊന്ന്, ഈ കേസിൽ ആദ്യം പ്രതിയായിട്ടുള്ള MSF പ്രവർത്തകൻ മുഹമ്മദ് കാസിമിൻ്റെ മൊഴിയും വീണ്ടും SIT സംഘം രേഖപ്പെടുത്തും. കാസിമാണ് ഈ കേസിൽ ആരോപണ വിധേയൻ. കാസിമിൻ്റെ പേരിലാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്. കാസിം പറയുന്നത് താനല്ല, തൻ്റെ പേരിൽ വ്യാജമായി നിർമ്മിച്ചതാണ്. പോലീസ് അന്വേഷണത്തിലും കാസിമാണ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഫോണും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അങ്ങനെ കോടതിയിലാണുള്ളത്. എന്തായാലും ഈ കേസിൽ ഉൾപ്പെട്ട് നേരത്തെ പിടിച്ചെടുത്ത ഏതാണ്ട് 3 ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരുടെ ഫോണും കാസിമിൻ്റെ ഫോണും അടക്കം പോലീസ് പിടിച്ചെടുത്തിരുന്നു, ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ അതിൽ രസകരമായ കാര്യം, ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുന്ന മുറയ്ക്ക് ഈ കേസിൽ എന്തെങ്കിലും തുമ്പുണ്ടാകുമെന്നാണ് റൂറൽ SP പറയുന്നത്. അപ്പോൾ അത് പ്രധാനമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പരിശോധന നിർണായകമാണ്. അപ്പോൾ തന്നെ ഈ സൈബർ വിദഗ്ധരുടെ അടക്കം സഹായം വേണം. നിലവിൽ ഈ SIT സംഘത്തിൽ സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരുടെയെങ്കിലും സഹായം വേണമെങ്കിൽ അത് പുറത്തുനിന്ന് അവരുടെ സഹായം തേടുമെന്നും SIT പറയുന്നുണ്ട്. മറ്റൊന്ന്, മെറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ, അതായത് വാട്സാപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലാണ് ഇത് പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് മാതൃ കമ്പനിയായിട്ടുള്ള മെറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ ഈ കേസിൽ ഏറ്റവും നിർണായകമാകും എന്നാണ് SIT വിലയിരുത്തൽ. അതായത് ആരിത് നിർമ്മിച്ചു, എവിടെയാണിത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്, സാമൂഹ്യ മാധ്യമങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത്, വാട്സാപ്പ്, ഫേസ്ബുക്ക് പേജുകളിലാണ്. അപ്പോൾ ആരാണിത് ആദ്യം നിർമ്മിച്ച് പ്രചരിപ്പിച്ചത് എന്ന് കണ്ടെത്താൻ മെറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി നിർണായകമാകും. അത്തരം വിവരങ്ങൾ കൂടി ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് സമാന്തരമായി നേരത്തെ പോലീസ് ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഇതിൽ നേരത്തെ ചോദ്യം ചെയ്തവരെ മാത്രമല്ല, പുതുതായി ആരെങ്കിലും കുറിച്ച് ഈ മൊഴിയെടുപ്പിനിടെ വല്ല വിവരം ലഭിച്ചാൽ അവരെ കൂടി SIT ചോദ്യം ചെയ്യുമെന്നാണ് SITക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് സമഗ്രമായ ഒരു അന്വേഷണം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നടക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ആരുടെ ബുദ്ധിയാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മാണം, ആരാണിത് പ്രചരിപ്പിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഉത്തരം തേടുകയാണ് SIT സംഘം. രേണു. ശരി ഷബീർ ഒമർ, ഇതിനൊരു ഉറവിടം വേണമല്ലോ. അതായത് വെറുതെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാവുകയില്ല, അത് എവിടെ നിന്നുണ്ടായി എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫോറൻസിക് പരിശോധനയുടെ ഫലങ്ങൾ വരാനുണ്ട്. ഈ ഡിജിറ്റൽ കാര്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തുമ്പ്, ഒരു വാൽ അത് ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് കിട്ടും. ഒരിക്കലും നമ്മൾ എപ്പോഴും പറയില്ല, എടുത്തൊരു ഫോട്ടോ അത് നമ്മൾ ഡിജിറ്റലി എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും നശിപ്പിക്കപ്പെടുന്നില്ല. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ അയക്കുന്ന ടെക്സ്റ്റുകൾ, നമ്മൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ, ഷെയർ ചെയ്യുന്നതെല്ലാം അതിനെല്ലാം തെളിവുകളാണ്. അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും എല്ലാത്തിനെയും റിക്കവർ ചെയ്യാൻ സാധിക്കും. കുറച്ച് കഷ്ടപ്പാടായിരിക്കും, എന്നാലും വരും ദിവസങ്ങളിൽ അത് പുറത്തോട്ട് തന്നെ വരും.